നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാൻ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന പോലീസ് കണ്ടെത്തൽ സ്ഥിരീകരിക്കാൻ പരിശോധന നടത്തുമെന്ന് പോലീസ്. പ്രതിയുടെ മാനസിക നില പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയെന്നാണ് പ്രതിയുടെ മൊഴി. അന്വേഷണത്തിനായി 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. കൂട്ടക്കൊലയിൽ നടുക്കം മാറാതെ നാട്. പ്രതി അഫാൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതി കൊലകൾക്കായി സഞ്ചരിച്ചത് 25 കിലോമീറ്റർ. ലത്തീഫും ഭാര്യ സാജിദയും കൊല്ലപ്പെട്ട വിവരം നാട്ടുകാർ അറിഞ്ഞത് ഇന്നലെ വൈകിട്ട്. ലത്തീഫിന്റെയും സാജിദയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മലപ്പുറം ചുങ്കത്തറയിൽ LDFന് ഭരണനഷ്ടം. PV അൻവറിന്റെ പിന്തുണയോടെയുള്ള UDF അവിശ്വാസ പ്രമേയത്തെ വൈസ് പ്രസിഡന്റ് സുധീർ പിന്തുണച്ചു. വോട്ടെടുപ്പിനിടെ UDF LDF പ്രവർത്തകർ ഏറ്റുമുട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് 17 സീറ്റിൽ വിജയം നേടാനായി. LDFന്റെ 6 സീറ്റ് പിടിച്ചെടുത്ത് 12 സീറ്റിൽ UDF. LDF പിടിച്ചെടുത്തത് UDFന്റെ 2 സീറ്റുകൾ മാത്രം. PV അൻവറിനെ UDF സംരക്ഷിക്കുമെന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്. PV അൻവറിനെ വ്യക്തിപരമായി ക്രൂശിക്കാനും ആക്രമിക്കാനുമാണ് LDF ശ്രമിക്കുന്നതെന്നും അതിന് ഞങ്ങൾ അനുവദിക്കില്ലെന്നും ഷൗക്കത്ത് പറഞ്ഞു. അൻവറിന് വേണ്ട സംരക്ഷണം UDF കൊടുക്കുമെന്നും ഷൗക്കത്ത് വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതിക്കെതിരെയാണ് UDF പ്രമേയമെന്ന് നിലമ്പൂർ മുൻ MLA PV അൻവർ. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനാണ് LDFന്റെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ തീരുമാനിച്ചത്. അവർ വോട്ട് ചെയ്യാൻ വരുന്നത് തടയാനുള്ള വലിയ ശ്രമം 2 ദിവസമായി നടക്കുകയാണെന്നും നേതാക്കന്മാരെ ആക്രമിക്കാനും സാധിച്ചാൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം നടത്തിയതെന്നും PV അൻവർ പറഞ്ഞു. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന നിലപാട് ആവർത്തിച്ച CPIM. BJP സർക്കാർ നിയോ ഫാസിസ്റ്റ് സർക്കാർ എന്ന പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. നിലപാടെടുത്തത് കൃത്യമായി വിശകലനം ചെയ്ത ശേഷമെന്നും CPIക്ക് അവരുടേതായ വിശകലനം നടത്താൻ അവകാശമുണ്ടെന്നും വിശദീകരണം. രമേശ് ചെന്നിത്തല എതിർക്കുന്നത് വിവരമില്ലായ്മ കൊണ്ടാണെന്നും A വിജയരാഘവൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അന്ത്യശാസനവുമായി ആരോഗ്യവകുപ്പ്. അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്കെതിരെ വിചാരണ കോടതി റിപ്പോർട്ട് നൽകി. അന്വേഷണ സംഘം സുനി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കോടതിയെ അറിയിച്ചു. കുറുപ്പംപടിയിൽ ബാറിൽ കയറി ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് നടപടി. സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയിലും 4 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കും. വിനോദസഞ്ചാരികളും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിനിടെ MSF SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 8 വിദ്യാർത്ഥികൾക്കും 2 പോലീസുകാർക്കും പരിക്കേറ്റു. കോളേജിലെ വിദ്യാർത്ഥികളും പുറമെ നിന്നെത്തിയ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംസ്ഥാന കോൺഗ്രസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെട്ട ഹൈക്കമാൻഡ് പ്രധാന നേതാക്കളെയെല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ KPCC പ്രസിഡന്റ്, MP മാർ എന്നിവരെയാണ് വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ശശി തരൂർ വിവാദം, സംഘടനാ പ്രശ്നങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായേക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസതടസ്സം കുറഞ്ഞു. വൃക്ക രോഗങ്ങളിലും ആശങ്ക വേണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഓക്സിജൻ നൽകുന്നത് തുടരും. തെലങ്കാനയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ 8 പേർക്കായുള്ള രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചേക്കും. തുരങ്കത്തിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നത്. നിലവിൽ തൊഴിലാളികളുടെ 50 മീറ്റർ സമീപത്ത് ദൌത്യസംഘം എത്തി. വിദേശ വായ്പ വൈകുന്നത് കൊച്ചി മെട്രോയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന് സൂചന. മെട്രോയുടെ 2ാം ഘട്ടത്തിനുള്ള വായ്പയുടെ കാര്യത്തിലാണ് അനിശ്ചിതത്വമുള്ളത്. ഫണ്ട് കിട്ടാത്തതിൽ കരാറുകാർ പകുതിയോളം തൊഴിലാളികളെ പിൻവലിച്ചു. മെട്രോ റെയിൽപാത സ്ഥാപിക്കാനുള്ള തൂണുകളുടെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഫണ്ട് മുടങ്ങിയത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പ്രക്ഷോഭത്തിലേക്ക്. ആദ്യപടിയായി ഇന്ന് കോഴിക്കോട് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ മലബാറിലെ 5 ജില്ലകളിൽ നിന്നുള്ള ഉടമകളും ജീവനക്കാരും പങ്കെടുക്കും. കാസർഗോഡ് കൊളത്തൂരിൽ നിന്നും വനംവകുപ്പ് പിടികൂടിയ പുലിയെ ജനവാസ മേഖലയിൽ ഉൾപ്പെടുന്ന വനപ്രദേശത്ത് തുറന്നുവിട്ടതായി പരാതി. വനംവകുപ്പ് അധികൃതർ വാഹനങ്ങളിലെത്തി പുലിയെ തുറന്നുവിട്ടെന്ന ആരോപണം. ആശങ്കയിൽ പ്രദേശവാസികൾ.
ആലപ്പുഴയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. ചെറിയനാട് സ്വദേശി സജുവാണ് പിടിയിലായത്. വിൽപ്പനക്കെത്തിച്ച 60 പാക്കറ്റ് ഹാൻസും 9 പാക്കറ്റ് കൂളിപ്പുമാണ് പിടിച്ചെടുത്തത്. വെൺമണി പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇടുക്കിയിൽ സ്കൂട്ടറിൽ കൊണ്ടു നടന്ന് മദ്യം ചില്ലറ വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ഇടുക്കി ഉടുമ്പൻചോല പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസിനെ പോലും ഞെട്ടിച്ച മദ്യക്കച്ചവടം പിടികൂടിയത്. ഉടുമ്പൻചോല സ്വദേശി മോഹനാണ് പിടിയിലായത്. കൊല്ലം ചാത്തന്നൂരിൽ മാരക മയക്കുമരുന്നായ മെത്താഫെറ്റനുമായി യുവാവ് അറസ്റ്റിൽ. സൂരജാണ് ചാത്തന്നൂർ എക്സൈസിന് പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മെത്താഫെറ്റമിൻ കണ്ടെടുത്തത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ മാരക ലഹരി ഗുളികയുമായി യുവാവ് അറസ്റ്റിൽ. തെക്കൻ മൈനാഗപ്പള്ളി സ്വദേശി ശ്രീഹരിയാണ് അറസ്റ്റിലായത്. ഭ്രാന്തിന് ഉപയോഗിക്കുന്ന 100 മാരക ഗുളികയാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നും ഷൂ വാങ്ങുന്നതിന്റെ മറവിലാണ് ഗുളികകൾ കടത്തിയിരുന്നത്. ശാസ്തംകോട്ട എക്സൈസ് നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. കൊല്ലത്ത് MDMAയുമായി യുവാവ് പിടിയിൽ. രാഹുൽ കൃഷ്ണനെയാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 2 കവറുകളിലായി സൂക്ഷിച്ച മാരകമായ മയക്കുമരുന്നാണ് പോലീസ് പിടിച്ചെടുത്തത്. കുന്നത്തൂർ തഹസിൽദാർ സുനിൽ സ്ഥലത്തെത്തി പോലീസ് നടപടികൾ നിരീക്ഷിച്ചു. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സിഗരറ്റ് കവറിൽ ഒളിപ്പിച്ച നിലയിൽ 2300 ഗ്രാം MDMA കൂടി പിടിച്ചെടുത്തു. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ് തീപിടിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിന് സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് CPM പ്രവർത്തകർ പഞ്ചായത്തിന് മുൻപിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. കണ്ണൂർ മാക്കൂട്ടം ചുരത്തിൽ അരി കയറ്റി വരുന്ന ലോറിക്ക് തീപിടിച്ചു. പുലർച്ചെ 1 മണിയോടെയാണ് മാക്കൂട്ടം ചുരത്തിൽ മെതിയടിപ്പാറയ്ക്ക് സമീപത്തായി അരി കയറ്റി വരികയായിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചത്. ഇരട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകളോളം നീണ്ട ശ്രമത്തിലാണ് തീ അടച്ചത്. തിരുവനന്തപുരം നാടുകാണി മലയിൽ തീപിടുത്തത്തിന് പിന്നിൽ 5 യുവാക്കൾ എന്ന് ദൃക്സാക്ഷികൾ. ഇവർ തീയിടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ക്ഷേത്രത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ. മലപ്പുറം എടവണ്ണയിലുണ്ടായ തീപിടുത്തത്തിൽ വ്യാപക കൃഷിനാശം. കല്ലിടുമ്പ് സ്വദേശി അലിയുടെ കൃഷിയിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ സേനയെത്തി തീ പൂർണ്ണമായും അണച്ചു. പഞ്ചായത്ത് അധികൃതരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് റിട്ടയർഡ് ASIയുടെ കൊലപാതകത്തിൽ ശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര കോടതി. റിട്ടയർഡ് ASI മനോഹരൻ കൊലക്കേസിൽ 1 മുതൽ 3 വരെ പ്രതികൾക്ക് ജീവപര്യന്തവും കഠിന തടവും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. പ്രതികൾ മനോഹരനെയും ഭാര്യയെയും കമ്പിപ്പാര കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കൊല്ലത്ത് സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. മരണകാരണം വയറിന് ഏറ്റ ചവിട്ട് മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കണിയാംകുഴിയിൽ സുഗതൻ നായരാണ് മരണപ്പെട്ടത്. സുഗതനെ മർദ്ദിച്ച സുഹൃത്തായ സണ്ണിയെ കൂനിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസം മുൻപ് സുഗതന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സണ്ണി ഇയാളെ മർദ്ദിച്ചിരുന്നു. തൃശൂർ എറവ് ആറാംകല്ലിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ക്രിസ്റ്റിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതി മയക്കുമരുന്നിനടിമയെന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ക്രിസ്റ്റിയെ റിമാൻഡ് ചെയ്തു. കുറ്റം നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. തൃശൂർ എറവ് ആറാംകല്ലിലെ കൊലപാതക കേസിൽ പ്രതി റിമാൻഡിൽ. ആറാംകല്ല് സ്വദേശി മോഹനെയാണ് കൊലപ്പെടുത്തിയത്. ബൈക്കിന് കൈ കാണിച്ചതിനുള്ള വാക്കുതർക്കമാണ് കയ്യേറ്റത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചത്. പ്രതിയായ അരിമ്പൂർ സ്വദേശി ക്രിസ്റ്റി റിമാൻഡ് ചെയ്തു. മാവേലിക്കരയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് വന്നുകൊണ്ടിരുന്ന കരിങ്ങാട്ടിൽ ബസ് ടിപ്പറുമായി കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്ക്. വെണ്ണുകര കാനൽ ജംഗ്ഷൻ വെച്ച് ടിപ്പർ ബസ്സിന് ക്രോസായി കയറിയതാണ് അപകട കാരണം. കുട്ടികളടക്കം നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സമീപം നിർത്തിയിട്ടിരുന്ന മീൻ കയറ്റിയ പിക്കപ്പ് ഓട്ടോറിക്ഷയിൽ ലോ ഫ്ലോർ ബസ്സിലിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് മീനുകൾ റോഡിലോട്ട് തെറിച്ചു വീഴുകയും ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മോഷണക്കേസിൽ ബീഹാർ സ്വദേശി ചന്ദ്രൻ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ നടയിലുള്ള ബിൽഡിംഗിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ 20,000 രൂപ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്.
ഇടുക്കിയിലെ യുവതിയെ ആക്രമിച്ച് മാല അപഹരിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. രാജകുമാരി മുരിക്കുംതൊട്ടി സ്വദേശിയെ ആക്രമിച്ചാണ് തമിഴ്നാട് സ്വദേശി മാല അപഹരിച്ചത്. തുടർന്ന് ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പൂപ്പാറയിൽ വാഹനം തടഞ്ഞ് നാട്ടുകാർ പിടികൂടുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ ചന്തപ്പുര ടൗൺ LP സ്കൂളിലെ കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും മോഷ്ടിച്ചു. സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി. കൊല്ലം തേനി ദേശീയപാത കടപുഴ പാലത്തിന് സമീപം വ്യാപകമായി കോഴി മാലിന്യങ്ങൾ തള്ളിയതായി പരാതി. ഇന്നലെ രാത്രിയോടെയാണ് പ്രദേശത്ത് ദിവസങ്ങൾ പഴക്കമുള്ള കോഴി മാലിന്യങ്ങൾ തള്ളിയത്. പ്രദേശത്താകമാനം ദുർഗന്ധം പടർന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. സംഭവം ആരോഗ്യ വകുപ്പിലും പോലീസിലും വിവരം അറിയിച്ചതായി പഞ്ചായത്ത് അംഗം ഷീലാകുമാരി പറഞ്ഞു. അതിവേഗ വാർത്തയിൽ ഇനി ഒരിടവേള. വാർത്തകൾ തുടരുന്നു. ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം ഈ മാസം അവസാനം വരെ മാത്രമേ വാങ്ങുവാൻ കഴിയൂവെന്ന് മുൻ അറിയിപ്പ്. നിലവിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 28-നുള്ളിൽ തന്നെ ഫെബ്രുവരി ക്വാട്ടയിലെ ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റേണ്ടതാണെന്നും ക്വാട്ടയിലെ വിഹിതം വാങ്ങുന്നതിനായി കാലാവധി ദീർഘിപ്പിച്ചു നൽകുന്നതില്ലെന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇടുക്കി മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടാസ്വദിക്കാനായി 4 പുതിയ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ച KSRTC മൂന്നാർ ഡിപ്പോയിൽ നിന്നുമാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. തൃശൂർ കാഞ്ഞാടിയിൽ മണലൂർ മണ്ഡലം 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് KK ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാനരചയിതാവ് R പീതാംബരനെ DCC സെക്രട്ടറി KB ജയറാം ആദരിച്ചു. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രനട നേരത്തെ അടക്കും. 2025-ലെ ഉത്സവത്തിന് മുന്നോടിയായി ശ്രീകോവിൽ ശുചീകരണ പ്രവൃത്തികൾക്കായാണ് ക്ഷേത്രനട നേരത്തെ അടക്കുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശന നിയന്ത്രണമുണ്ടാകും. മലപ്പുറം വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ കരുതൽ പദ്ധതി കൂടുതൽ സമാപിച്ചു. SLC പരീക്ഷയിൽ മുഴുവൻ കുട്ടികൾക്കും മികച്ച വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണിത്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ B ഡിവിഷൻ മേഖലയിൽ 4-5 വാർഡുകളിൽ സംയുക്ത കുടുംബസംഗമം സംഘടിപ്പിച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച കുടുംബസംഗമം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ 25-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ചുള്ള ദ്വിദിന വർക്ക്ഷോപ്പിന് കോളേജിൽ തുടക്കം കുറിച്ചു. വിവിധ കോളേജുകളിലെ കുട്ടികൾക്ക് വർക്ക്ഷോപ്പിന് ഭാഗമാകും. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോജു M ഐസക് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യമുയർത്തി മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ CPIM ഇടിയഞ്ചിറ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി പട്ടികജാതി സഹകരണ സംഘം ഡയറക്ടറുമായിരുന്ന TV അർജുന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഇടിയഞ്ചിറയിൽ ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KA ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പാലക്കാട് ആനയങ്കരയിൽ പാടശേഖരത്തേക്ക് സാമൂഹ്യ വിരുദ്ധർ മലിനജലം ഒഴുക്കിവിട്ടതോടെ വിളവെടുത്ത ടൺ കണക്കിന് നെല്ല് നശിച്ചു. പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കർഷകർ പോലീസിൽ പരാതി നൽകി. കൊല്ലം വലിയവിള മാടൻനട ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോടനുബന്ധിച്ച് കൊടിമര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി ഇടുക്കി സലിമോൻ തന്ത്രികളുടെയും മേൽശാന്തി വിനീഷ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് തൃക്കടിയേറ്റ് കർമ്മം നടക്കും. മാർച്ച് 9-ാം തീയതി ക്ഷേത്രത്തിലെ പൊങ്കാലയും 11-ാം തീയതി ഗജമേളയും കെട്ടുകാഴ്ചയും നടക്കും. റേഡിയോ എന്നാൽ ശരവണൻ പാടൂരിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി സ്ഥിരമായി റേഡിയോയുടെ ആസ്വാദകരും പ്രേക്ഷകരുമാണ് തൃശൂർ മണലൂർ സ്വദേശി ശരവണൻ പാടൂർ. കണ്ണൂർ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ വീടുകൾ തോറും പക്ഷികൾക്ക് കുടിവെള്ളം ഒരുക്കുന്ന പറവകൾക്കൊരു തണ്ണീർക്കുട പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് അംഗം ഷൈൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ
മുളക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആസ്റ്റർ DM ഫൗണ്ടേഷൻ സഹായത്തോടെ പെൺകുട്ടികൾക്കായുള്ള മെൻസ്ട്രൽ ഹൈജീൻ മെഷീൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ഫിഷറീസ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീമതി ബിന്നി സുധീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ശ്രീമതി അംബിക ബി സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പണി കഴിപ്പിക്കുന്ന മഹാത്മാ കാവാരിക്കുളം കണ്ണൻ കുമാരൻ സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ ബോർഡ് മന്ത്രി സജി ചെറിയാൻ ശിലാസ്ഥാപന കർമ്മം നടത്തി. 5 സെന്റ് സ്ഥലത്ത് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്മാരകം പണി കഴിപ്പിക്കുന്നത്. മലപ്പുറം എടയൂർ പൂക്കാട്ടിയൂർ ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്ന് തിറ പൂതൻ കെട്ടുകാഴ്ചകളും നടന്നു. ചടങ്ങിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും എഴുന്നള്ളിപ്പും നടന്നു. ലണ്ടൻ ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ ശിവരാത്രി നൃത്തോത്സവത്തിന് സമാപനമായി. ആശ, ഉണ്ണിത്താൻ, വിനോദ് നായർ, ശങ്കരി മൃത, നീലിമ വർമ്മ, ജിത അരവിന്ദ്, ശാലിനി ശിവശങ്കർ എന്നിവർ നേതൃത്വം നൽകി. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് യുവാവിനെതിരെ യുവതി നൽകിയ പീഡന പരാതി തള്ളി ഒഡീഷ ഹൈക്കോടതി. ബന്ധം വിവാഹത്തിൽ കലാശിക്കാതിരുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നും ഇത് കുറ്റകൃത്യമായി കാണാനാകില്ലെന്നുമാണ് കോടതി നിർദ്ദേശം. ഉക്രൈൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുമെന്നും യുക്രൈനിലെ ധാതു ഖനനത്തിന് അമേരിക്കയ്ക്ക് അനുമതി നൽകുമെന്നും ട്രംപ് പറഞ്ഞു. SRV HSS സ്കൂളിൽ ആരംഭിക്കുന്ന 3D പ്രിന്റിംഗ് ഓപ്പറേറ്റർ, അസിസ്റ്റന്റ്, റോബോട്ടിക് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ദർഖാസ്തുകൾ ക്ഷണിച്ചു. ഓരോ കോഴ്സിനും 5 ലക്ഷം വീതമാണ് അടങ്കൽ തുക. ദർഖാസ് ഫോം വില 1000 രൂപ വീതം. സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 7 വൈകിട്ട് 3 വരെ. കാസർഗോഡ് വിന്നേഴ്സ് ചെർക്കളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 3ാമത് അഖിലേന്ത്യാ ഇന്റർവിറ്റേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ കൊച്ചിൻ കസ്റ്റംസ് ജേതാക്കൾ. നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് കേരള പോലീസിനെ പരാജയപ്പെടുത്തിയാണ് നേട്ടം. ആദ്യ സെറ്റിൽ മാത്രം അല്പം മികച്ചു നിന്ന കേരള പോലീസ് 2ഉം 3ഉം സെറ്റുകളിൽ തകർന്നടിയുകയാണ്. തെലുങ്ക് സൂപ്പർ താരം നാനിയുടെ 32ാമത് ചിത്രം ഹിറ്റ് 3 ടീസർ പുറത്ത്. നാനിയുടെ ജന്മദിനം പ്രമാണിച്ചാണ് ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത്. നാനി അവതരിപ്പിക്കുന്ന അർജുൻ സർക്കാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടീസറിന് സർക്കാരിന്റെ ലാത്തി എന്ന ടൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. അതിജീവനത്തിന്റെ കഥ പറയുന്ന പ്രളയശേഷം ഒരു ജലകന്യക എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. മനോജ് കുമാറാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മനോജ് കുമാറും നവാസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത്. മഹാകുംഭമേളയിൽ പങ്കെടുത്ത ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയ മുഖ്യമന്ത്രി യോഗിയെ അക്ഷയ് കുമാർ പ്രശംസിച്ചു. നടി തമന്ന ഭാട്ടിയും കുടുംബവും മഹാകുംഭമേളയിൽ പങ്കെടുത്തു. പ്രയാഗ്രാജിലെത്തിയ നടി ത്രിവേണി സ്നാനം ചെയ്തു. തമന്നയുടെ പുതിയ ചലച്ചിത്രം ഒഡെല 2വിന്റെ ടീസർ ലോഞ്ച് കുംഭമേളയിൽ വെച്ച് സംഘടിപ്പിച്ചു. ചിത്രത്തിന്റെ അണിയറക്കാനും തമന്നയ്ക്കൊപ്പം പ്രയാഗ്രാജിലെത്തി. വീരയുടെ സംവിധാനത്തിൽ ഷെയ്ൻ നിഗം നായകനായെത്തുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 24 ചിത്രം വേൾഡ് വൈഡ് റിലീസിന് ഒരുങ്ങുന്നത്. സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലായി ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് കളർഫുൾ എന്റർടൈനർ ആയിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയായെങ്കിലും പ്രവർത്തനക്ഷമമാകാതെ പാകിസ്ഥാനിലെ അന്താരാഷ്ട്ര വിമാനത്താവളം. പൂർണ്ണമായും ചൈനയുടെ ധനസഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളമാണ് അടച്ചിട്ടിരിക്കുന്നത്. $24 കോടി ഗ്വാദർ വിമാനത്താവളത്തിനായി ചൈന നൽകിയത്. 2025 ജനുവരി 20 വിമാനത്താവളം ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. എന്നാൽ വെറും 1 മാസം കൊണ്ട് അടച്ചിടേണ്ട അവസ്ഥയിലായി. എമിറേറ്റിലെ താമസക്കാർക്ക് വിസ പുതുക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തി. GDRF സലാമ എന്നു പേരിട്ട പുതിയ പ്ലാറ്റ്ഫോമിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ വിസ പുതുക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ചാണ് സലാമ വഴി സംവിധാനം ഒരുക്കിയിട്ടുള്ളത്.
കുവൈറ്റിൽ ഈ അധ്യയന വർഷം റമദാൻ മാസത്തിലെ സ്കൂൾ പ്രവർത്തന സമയം വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു. എല്ലാ വിദ്യാഭ്യാസ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ സമയക്രമം ബാധകമായിരിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ആക്ടിംഗ് കമ്മീഷണർ മൻസൂർ അൽ ദാഫിരിയാണ് സമയക്രമം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ആല വില്ലേജ് ഓഫീസർ മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി. വില്ലേജ് ഓഫീസർ കൃഷ്ണകുമാരിയെയും മറ്റ് ഉദ്യോഗസ്ഥരെയും മന്ത്രി അനുമോദിച്ചു. പന്തളം നഗരസഭ 1-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് ഷിനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചികിത്സാ സഹായ വിതരണവും നൂറുകണക്കിന് വൃദ്ധജനങ്ങളെ ആദരിക്കുകയും ചെയ്തു. കൊച്ചിയിൽ IT മേഖലയിൽ ഉയർന്ന വേതനം ലഭിക്കുന്ന ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് എന്നീ വിഷയങ്ങളിലായി 5 ദിവസത്തെ സൗജന്യ ഓൺലൈൻ ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദാനന്തരങ്ങളെ 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. സമരരംഗത്തുള്ള ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തൃശൂർ ബ്ലോക്ക് ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. സീനിയർ കോൺഗ്രസ് നേതാവ് PU ഹംസ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ നീതി നൽകുന്നു എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരം നെയ്യാർ ജലസേചന പദ്ധതിയുടെ ഓഫീസിൽ കർഷകർ പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ടും നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നില്ല എന്നാണ് ആക്ഷേപം. അടിയന്തരമായി കനാലുകളിലൂടെ വെള്ളം കടത്തിവിട്ട് നീരൊഴുക്ക് ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൊല്ലം ശാസ്താംകോട്ടയിൽ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കുന്നത്തൂർ താലൂക്ക് പൊതുയോഗവും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് ജംഗ്ഷനിൽ നിന്നും സ്വീകരണ ഘോഷയാത്രയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു.